സൂപ്പർ. അതെ, ഇതൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയ കഥയാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. കാരണം വേറൊന്നുമല്ല, നമ്മുടേതൊരു കുക്കിംഗ് ചാനലല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. പിന്നെ ഞാനിത് എന്തിന് ഷൂട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ് നിങ്ങളെയും കൂടെ കാണിക്കാം എന്നെനിക്ക് തോന്നി. അതിന് മുന്നോടിയായിട്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഖില മേരി ജോൺ. ഞാൻ ബേസിക്കലി ഒരു പത്തനംതിട്ട റാന്നിക്കാരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും കുഞ്ഞൊക്കെ ആയിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. ഇവിടെ ഹസ്ബൻഡിന് സ്വന്തമായിട്ടൊരു ബിസിനസ്സാണ് ഞങ്ങൾക്കുള്ളത്. ഹോം നേഴ്സിംഗ് ആണ്. ഞാൻ അതിൽ ഫിനാൻസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു മോളാണുള്ളത്. അവൾക്ക് 2.5 വയസ്സ്. അവളുടെ പേര് ജുവാനാലിയോ, വീട്ടിൽ വിളിക്കുന്ന പേര് ആമി. ഞങ്ങളിവിടെ വർക്ക് ഫ്രം ഹോമാണ്. ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ കുഞ്ഞ് ചെറുതായതുകൊണ്ട് തന്നെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യാറില്ല. അപ്പം 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ പൊതുവെ റാന്നിക്ക് പോവും. 2 മാസം കൂടിയിട്ടും റാന്നിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണാതിരിക്കാൻ വയ്യാതെ പപ്പയും അമ്മയും ഇങ്ങ് ബാംഗ്ലൂർക്ക് വരും. ബാംഗ്ലൂരിൽ വരുമ്പോഴുള്ള സ്ഥിരം കലാപരിപാടിയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ അമ്മ നല്ല അസൽ കുക്കാണ്. പുള്ളിക്കാരി എന്തുണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ്. ഞാനും ഇച്ചനുമൊക്കെ എൻ്റെ അമ്മയുടെ കട്ട്ലേറ്റിൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ആമിക്കുട്ടിയും. ഇപ്രാവശ്യം നമ്മൾ 5 കിലോയ്ക്കാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. കേട്ടിട്ട് ഞെട്ടുമൊന്നും വേണ്ട, ഇത് ഞങ്ങൾ ഒറ്റയടിക്ക് തിന്ന് തീർക്കുന്നതൊന്നുമല്ല. ഇത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇറക്കി ഫ്രഷായിട്ട് ബ്രെഡിലും മുട്ടയിലും ഇതാക്കി ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് തിന്നുകയാണ് പതിവ്. പിന്നെ കുക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുക്കിങ് തീരെ ഇഷ്ടമല്ല. എൻ്റെ ഏരിയ അല്ല അത്. പക്ഷെ ഞാൻ കുക്ക് ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ മോശമില്ലാതെ വരാറുമുണ്ട്. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്ക് കുഞ്ഞുണ്ടായതിന് ശേഷം നമുക്ക് മേഡുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആളുടെ പേര് രാഖി എന്നാണ്. രാഖി നന്നായിട്ട് കുക്ക് ചെയ്യും. അവൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അടുക്കള കയറേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ എനിക്കിഷ്ടമുള്ള വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ എല്ലാ സ്ത്രീകളും കുക്കിംഗ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയുമല്ല ഞാൻ. എന്ന് പറഞ്ഞ് ഞാൻ ഫെമിനിസം പറയാൻ വരുന്നതൊന്നും അല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ചിലർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ചിലർക്ക് വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേന്ന് എനിക്കും കുഞ്ഞിനും പനി പിടിച്ചു. ഈയിടെയായിട്ട് ബാംഗ്ലൂരിൽ നല്ല മഴയാണ്. ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ ആ 2 ദിവസമായിട്ട് എൻ്റെ തൊണ്ട ഫുള്ള് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. പപ്പയമ്മ നാട്ടിൽ നിന്ന് വന്നു. അവർ തിരിച്ച് നാട്ടിലോട്ട് പോവുകയും ചെയ്തു. ഇത് കുറച്ച് ദിവസത്തിന് ശേഷമാണ്, ഞാൻ ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ വന്നതും ചെയ്തതും നിന്നതും എല്ലാം. അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലേറ്റായെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ നോക്കിയിരിക്കും എത്രയും പെട്ടെന്ന് റാന്നിയിലോട്ട് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ പപ്പയും അമ്മയും റാന്നിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വരാനോ. കാരണം ഇപ്പോൾ അവരുടെ കൂടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കൊതിയാകാണ്. എനിക്കും പ്രായമാകുന്നു, അവർക്കും പ്രായമാകുന്നു അല്ലേ? എന്നെ പോലെ തന്നെയായിരിക്കും നിങ്ങളും അല്ലേ? ഇവിടെ നമ്മുടെ കട്ട്ലേറ്റ് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. കട്ട്ലേറ്റാണ് ഞാൻ ഇപ്പോഴാണ് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. കുറച്ചധികം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഫ്രീസ് ചെയ്തേക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചൂടായിട്ട് ഉണ്ടാക്കി. ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടെറസിൽ വന്നേക്കാണ്. എൻ്റെ ഫ്രണ്ട് ഷൈമോള് ആണ് ക്യാമറമാൻ അയക്കുന്നത്. എന്തോ കട്ട്ലേറ്റ് ഇച്ചൻ ഓൾറെഡി കഴിച്ചു. ദീപക്കേട്ടനൊക്കെ കൊടുത്തു. ഷൈമോള് വെച്ച് ഇതാ ഇപ്പോൾ കഴിച്ചു. പക്ഷേ ചേച്ചിക്ക് ഫ്രണ്ടിൽ വരാൻ മടി. രാമിത് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഞാൻ കഴിക്കട്ടെ. കൊള്ളാം അല്ലേ ഷൈമോളിച്ചി? സൂപ്പറായിട്ടുണ്ടോ? ലൈറ്റൊക്കെ ഇവിടെ ഡിമ്മായി തുടങ്ങി. ഓക്കെ, ബൈ.